ഇപ്പൊ 40ഓളം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് വരുമ്പോഴത്തേക്ക് അത് അമേരിക്കയ്ക്കും അമേരിക്കൻ കറൻസിക്കും അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇന്ത്യയുടെ സ്വന്തം എയർ ഡിഫൻസ് സിസ്റ്റമായിട്ടുള്ള ആകാശ് ഇന്ത്യ ബ്രസീലിന് കൊടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഒറ്റ കോമൺ പ്ലാറ്റ്ഫോം വരുമ്പോഴത്തേക്ക് ചിലപ്പം ഭാവിയിൽ ഇന്ത്യയും ചൈനയായിട്ട് പോലും പ്രതിരോധ രംഗത്ത് സഖ്യങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. അപ്പോ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റമായ ആകാശ് ബ്രസീലിന് കൊടുക്കുന്നത് സൈനിക സഹകരണത്തിനുള്ള ഒരു വലിയ കാൽച്ചുവടായി നമുക്ക് കാണാൻ സാധിക്കും. റഷ്യ നമുക്കറിയാം ഇന്ത്യയുമായിട്ട് പ്രതിരോധ രംഗത്ത് വളരെ കാലമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്ന രാഷ്ട്രമാണ്. ബ്രസീലിന്റെ ഒത്തിരി വിമാനങ്ങളും സിവിലിയൻ എയർക്രാഫ്റ്റും മിലിറ്ററി എയർക്രാഫ്റ്റും ഇന്ത്യ വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ സൗത്ത് ആഫ്രിക്ക ലോകത്തേക്ക് വിടരാൻ വെമ്പി നിൽക്കുന്ന ഒരു രാജ്യമാണ് സാമ്പത്തിക രംഗത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ബ്രിക്സിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. അപ്പോൾ ബ്രിക്സിന്റെ ഈ രീതിയിലുള്ള മുന്നേറ്റം രാജ്യത്തിന് ഒരു സാമ്പത്തികമായിട്ട് ഒരു മെച്ചപ്പെട്ട നിലയുണ്ടാക്കും, വിശ്വസ്തനായ ഒരു സുഹൃത്തിനെ കിട്ടും, ടെക്നോളജി രംഗത്ത് ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ കൂടി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.